നമ്മളെ ഇന്ന് വെക്കാൻ പോകുന്നത് ഈ പുളിയുടെ ഒരു രസമാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി. നിങ്ങൾ ഇത് ചെയ്യുന്നത് മുഴുവനും കാണുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വെച്ച് കഴിക്കുക. നല്ല ടേസ്റ്റ്. അതെ അതെ വേണ്ട, ഞാൻ പുളി അരിഞ്ഞെടുത്തോണ്ട് വന്നിട്ടുണ്ട്. അമ്മ പറഞ്ഞ സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. നമുക്ക് കുക്ക് ചെയ്താലോ? ചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ പെല്ലറ്റ് അടുപ്പ് ഒന്ന് കത്തിക്കാം. അപ്പൊ നമ്മുടെ അടുപ്പ് കത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ഫ്ലോ വരുന്നുണ്ട്. വെച്ചു. ഇനി നമുക്ക് ചട്ടി വെക്കാവേ. ചട്ടി വെച്ചു. ചട്ടി ഒന്ന് ചൂടാകട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ചു. ചട്ടി ചൂടായി. അപ്പൊ നേണ്ട നമുക്ക് ഫസ്റ്റ് വെളിച്ചെണ്ണ ഒഴിക്കാം. മുളക് അങ്ങോട്ട് ഇട്ട്. ഓക്കെ, ആദ്യം മുളകാണ് അങ്ങോട്ട് ഇട്ട്. അന്നേരം എന്താ പറയുക, ഇങ്ങനെ ഇടുന്നത് നമ്മൾ വെള്ളം നല്ലപോലെ മൂത്ത് കഴിഞ്ഞ് കടുക് ഇടുമ്പോൾ കടുക് പടപടാന്ന് പൊട്ടും. അല്ലെ കറിവേപ്പില ഇട്, കരിവേപ്പില ഇട്. അത് ഇട് മതി. കടുക് കരിയത്തില്ല. കടുക് നല്ലതുപോലെ പൊട്ടത്തത് ഇളക്കട്ടെ. അല്ലെങ്കിൽ ആദ്യം നമ്മൾ കടുക് ഇട്ട് കഴിഞ്ഞാൽ പുളിയുടെ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഇല്ലയോ? ആ മൂത്തങ്ങ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടാട്ടെ. ചുവന്നുള്ളി, ഇഞ്ചി വെളുത്തുള്ളി, ചുവന്നുള്ളി മൂന്നും കൂടെ അങ്ങോട്ടിട്ട്. ഇനി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഉലുവപ്പൊടി, കായപ്പൊടി. കായപ്പൊടി ഇട്ടോ? കായപ്പൊടി ഇട്ടില്ല, അതാ ലാസ്റ്റ് ഇട്ടാ മതി. മുളക് പിഴിപൊടി, പുളി 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 എളുപ്പം എടുത്തിട്ട് ഇട്ടിട്ട് പുളി അടിപൊളിയാ. അപ്പൊ വേണ്ട, ഇത് അടച്ചു രസത്തിന്റെ മണം വരുന്നുണ്ട്. നോക്കട്ടെ. ഭയങ്കര മണമാ. നീ കൊതി വിടാതെ. അടിപൊളി രസമാണ് ഈ പുളി. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പുളികളല്ലേ. അപ്പൊ എല്ലാരും ഈ പുളി കൊണ്ടൊന്ന് രസം ട്രൈ ചെയ്ത് നോക്കുക, അല്ലേ അമ്മ?